ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ്റെ റിംഗ് എക്സ്ചേഞ്ച് ആണ് ഓഗസ്റ്റിൽ. അത് നിങ്ങളെ അറിയിക്കാം. അപ്പം അതിനു വേണ്ടി നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതിൻ്റെ ഡിസൈൻ ചെയ്യണം പെണ്ണിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഇന്ന് അളവെടുക്കുന്ന ഡ്രസ്സിൻ്റെ അളവെടുക്കുക, ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ളൊരു കാര്യമായിട്ടാണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനിയൻ്റെ വുഡ് ബി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഹൗസ് എന്നാണ്, പേരാമ്പ്ര ഗ്രാൻഡ് ഹൗസ് എന്നാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗ്രാൻഡ് ഹൗസിൻ്റെ വയ്യേപ്പുറത്തൂർ തന്നെയാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു റീജേച്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ റീജേച്ചിനെ ഓൾറെഡി അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യം. അപ്പോൾ നമ്മൾ റീജേച്ചിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ എടുത്ത് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതാണ് റീജേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ എടുത്ത് പിന്നെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് ഒരു തീരുമാനമായിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ നിതുന വരുന്നതിന് മുമ്പേ നമ്മൾ ഒന്ന് നോക്കുന്നത്. അപ്പം അത്യാവശ്യം കൊള്ളാവുന്ന ഡിസൈൻസിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി എല്ലാവരുടെയും ഇഷ്ടപ്രകാരമാണ് നമ്മളിത് സെലക്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഓൾറെഡി ആ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള സാധനങ്ങളൊക്കെ അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അവർ നമുക്ക് എടുത്ത് കാണിച്ചിരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു സഹകരണമാണ് സ്റ്റാഫിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാം വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് തന്നെയാണ് നമുക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെറ്റീരിയൽസ് അവർ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ആ ഒരു ഡിസൈനിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാൻഡ് ഹൗസിലുള്ള ഡിസൈനർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സാരി എടുത്തിട്ട് ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിതന എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാരി എടുത്തിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് നമ്മൾ ഫൈനലി തീരുമാനിച്ചു. ആൻഡ് നമ്മൾ ആ ഒരു സെഷനിലേക്ക് ഇപ്പം മൂവ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ മാത്രമല്ല ഇത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൂടെ വൈഫ് ഉണ്ട്, ലിനു ആൻഡ് അനിയനുണ്ട്. രണ്ടുപേരും നമ്മളുടെ അടുത്തില്ല, അവർ വീഡിയോ കോളിൽ നമ്മുടെ കൂടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവർ കൂടെ തന്നെ ഉണ്ട്, വീഡിയോ കോളിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ സാരിയുടെ ഒരു സെഷനിലേക്ക് നമ്മളിതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാരി എടുത്തിട്ട് ഡിസൈൻ ചെയ്യാമെന്നാണ് ആ ഒരു ഡിസൈൻ കണ്ടപ്പോൾ നമ്മുടെ ഡിസൈനർ, ഗ്രാൻഡ് ഹൗസിലെ ഡിസൈനർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സാരി നോക്കാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കളറിനെക്കാട്ടും നല്ല മറ്റേതായി ഫസ്റ്റ് കളറാ ഇത് വേണ്ട. കൂടി കളറൊക്കെ ഇത് നോക്കി വീട്ടിലെ ഒരു കളറാണ്. നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. സെറ്റ് ചെയ്ത് നോക്കാം.
അത് വയലറ്റിന്റെ കൂടെ മറ്റേതിനേക്കാൾ നല്ലത് വയലറ്റ് ഒരു വെറൈറ്റി. എന്തോടെ കാര്യക്കുന്നത് അങ്ങനെ കുറേ നോക്കി അവസാനം നമുക്ക് എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കളർ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ആ കളറ് ജസ്റ്റ് ഒന്ന് സാരി ഉടുക്കുന്നത് പോലെ ജസ്റ്റ് ഉടുത്ത് നോക്കുന്നതാണ്. കാരണം വെച്ചാൽ അത് അവർക്ക് ചേരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഡിസൈൻ ഇങ്ങനെ ഒന്നുമല്ല, ഡിസൈൻ സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ റീജേച്ചിയാണ് ഇത് ചെയ്യുന്നത്. റീജിൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ഡിസൈനറുടെ അടുത്തേക്ക് പോകണം, ഡിസൈൻ പറഞ്ഞു കൊടുക്കണം, അതോടൊപ്പം മെഷർമെൻ്റ് എടുക്കണം. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതി, വേറെ ആരെ നോക്കണം. അങ്ങനെ നമ്മൾ ചായ കുടിക്കണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ മൊയാളി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ചായ കുടിച്ചനോ? അപ്പം ഞങ്ങൾ പറഞ്ഞു നമ്മൾ ചായ കുടിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ ബെരിയെന്ന് പറഞ്ഞ് നമ്മളെയും കൂട്ടി ഒരു റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് നമ്മുടെ അവിടെ നിന്ന് ഒരു ചേച്ചി അടിപൊളി ചായയും അതുപോലെ തന്നെ നല്ല ബോണ്ടയൊക്കെ കൊണ്ട് തന്നു, നല്ല ചൂടുള്ള ബോണ്ടയൊക്കെ കൊണ്ട് തന്നു. അപ്പം ഞങ്ങൾ ആ ചായയും ബോണ്ടയെല്ലാം കഴിച്ച് നേരെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസൈനേഴ്സിൻ്റെ റൂമിലേക്കാണ്. ഡിസൈനറാണ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുത്ത ഡിസൈൻ അനുസരിച്ച് അതിൻ്റെ ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ ബാക്ക് ഭാഗം ആൻഡ് കൈയുടെ ഭാഗം ഇവിടെയൊക്കെ ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ മോഡൽ ഡിസൈൻ വേണം എന്നുള്ളത് ഡിസൈനേഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിതുൻ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഒരു ഹിന്ദി ബായ് മെഷർമെൻ്റ് എടുത്തു. അങ്ങനെ ഒരു പറഞ്ഞ പൈസയും കൊടുത്ത് ആ സാധനം ഡിസൈനേഴ്സിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ടിലാണ് വണ്ടി ഉള്ളത്. അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമാണ്, നമുക്കറിയാം. അത്യാവശ്യം നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി താഴെ വെച്ചിട്ട് നമ്മൾ മേലോട്ട് സ്റ്റെയർ കയറിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നേരെ ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് നമ്മുടെ പേരാമ്പ്ര എന്ന് പറയുന്നത് മലബാർ ഭവൻ ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും അത് തന്നെയാണ്. അപ്പോൾ മലബാർ ഭവനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മലബാർ ഭവനിൽ സാദാ ചോറ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണി ആണ് നമ്മൾ ഓർഡർ ചെയ്തത്, ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞങ്ങളവിടുന്ന് പള്ള നിറച്ച് ബിരിയാണിയും കഴിച്ചിട്ട് ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് ആ ചങ്ങായിക്ക് ഒരു ഷേക്ക് ഹാൻഡും കൊടുത്ത് നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഹൗസിൽ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഡിസൈനേഴ്സിനെ ഏൽപ്പിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പറായിരുന്നോ? സൂപ്പറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ സമയം ഒരുപാട് ലേറ്റായി. എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, എന്തായാലും അറിയാം എല്ലാവർക്കും. അപ്പോൾ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.